അപ്പൊ മച്ചന്മാരെ നമ്മളിന്ന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണേ. ഇതാണ് ഇന്ന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള താറാവ്. ഇന്ന് രാവിലെ ഞാൻ 4 താറാവ് മുട്ട കഴിച്ച്, അതും മണിത്താറാവിന്റെ മുട്ട. ജീവിതത്തിൽ ഇതുവരെ ഒരു താറാവിന്റെ ഒരു ഐറ്റംസ് ഞാൻ കഴിച്ചിട്ടില്ല, മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും. ഇന്ന് നമ്മള് വൈകുന്നേരം താറാവ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോകണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പരമേട്ടനും എൻ്റെ അമ്മായിയും പറഞ്ഞത്. അപ്പോൾ ഇത് അറക്കാൻ കൊണ്ടുപോവാണ്. അറക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കില്ല. ഇനി വൈകുന്നേരം താറാവ് ഉണ്ടാക്കുമ്പോൾ കാണാം. താറാവ് നല്ല മണിത്താറാവിനെ പിടിച്ചിട്ട് അറക്കാൻ കൊണ്ടുപോകണം. കാണില്ല, കാണൂല. അവിടെ പെട്ടി ഇങ്ങനെ കയറ് തുറക്കുമ്പോ, ചാക്ക് തുറക്കുമ്പോ കാണാം. ഞങ്ങളിങ്ങനെ പൊന്മുണ്ടത്തുനിന്ന് പെരുമണ്ണക്ലാരിയിലേക്ക് പോവാം. അവന്റെ മുട്ട 50 രൂപയാണ് ഒരു മുട്ടക്ക് പറയാം. അപ്പൊ ഞങ്ങളിന്ന് 200 രൂപന്റെ 4 മുട്ട കഴിച്ചു മക്കളെ. ഉണ്ടാവും, നിങ്ങൾ കഴിച്ചാ? ഇപ്പൊ തിന്നപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ സാധനം ആയിട്ടില്ല, താങ്ങണം എന്നെ തിന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതെന്നെ കാണിക്കുന്നത്. കഷ്ടപ്പെടെ എന്താട്ടോ കേൾക്കണം. കഴിഞ്ഞിട്ട് ഈ ഉള്ള മസാല നല്ല വേവ് വേണം. വേവുള്ള ഇറച്ചിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാല്
സാധനമാണ്. വല്ലാത്ത സാധനം. ഓ വല്ലാത്ത നല്ല സാധനമാണ്. നല്ല കട്ടൻ ചായ. കറി റോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? താറാവ് റോസ്റ്റ് വളരെ സൂപ്പർ സാധനം, നല്ല രുചി. ഇറച്ചി കുറച്ചുകൂടി വേവ് ആവശ്യമാണ്. സൂപ്പർ. പ്ലേറ്റിന്റെ പുറത്തോ അല്ല നല്ല രസമുള്ള. സൂപ്പർ. ഒരു രക്ഷയില്ല കേസ്, അടിപൊളി സാധനമാണ്. ഇപ്പൊ കൊറേ ആൾക്കാർ ഇവിടെ കഴിച്ചു പോയി, എല്ലാരും കിടില അഭിപ്രായം പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വാട്ടി ടേസ്റ്റ്. പൊള്ളി. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു താറാവ് ഐറ്റംസ് കഴിച്ചില്ല. ഇന്ന് രാവിലെ കഴിച്ച് ഞാൻ പറഞ്ഞു. ഇത് രാവിലെ മുട്ട പൊളിയാണ്. ഇത് ഇറച്ചിയാണ്. മുട്ടനെ കാണി പൊളിയാണ് ഇറച്ചി. പോയാ ഞാനും ഇതുവരെ എന്റെ ജീവിതത്തിൽ താറാവ് ഇറച്ചി ഒന്നും തിന്നിട്ടില്ല. ആദ്യം തിന്നാണ് എല്ലാം നമ്മളെ റിയാസ് ഖാന്റെ ഇതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ ആള് 2 ദിവസത്തിനുള്ളിൽ ജർമ്മനിക്കും ഇറ്റാലിയൊക്കെ പോവുകയാണ് കേസ്. അവിടെ നിന്നുള്ള തുര വീഡിയോസുമായി നമ്മുടെ ചാനലിൽ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുക്കും.